ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പൊ ക്രിസ്മസ് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്രിസ്മസ് ഇങ്ങ് എത്തിയല്ലേ, ഡിസംബർ ആയി ഓൾറെഡി. ഈ വർഷം പോയതേ അറിഞ്ഞില്ല. അപ്പൊ ഇവിടെ ക്ലൈമറ്റ് മാറിയേണ്ട ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും. നിങ്ങളെല്ലാം സേഫ് ആയിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കി കാണുമെന്നും വിചാരിക്കുന്നു. ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഈ വർഷം എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഞാനൊരു കുട്ടി ടെമോ ഹോളും കൂടെ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് റിലേറ്റ് ചെയ്ത് മേടിച്ച ഞാൻ കുറച്ച് ഐറ്റംസ് ആണ് ടെമോ ഹോളിൽ ഞാൻ കാണിക്കുന്നത്. അല്ലാതെ ഞാൻ ടെമോന്ന് മേടിച്ചൊക്കെ ഞാൻ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ഇടാം. ഇതിപ്പോ ക്രിസ്മസ് റിലേറ്റഡ് പ്രോഡക്ട്സ് മാത്രമേ ഞാൻ ടെമോ ഹോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. കുറെ പേരായിട്ട് ടെമോ ഹോള് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ക്രിസ്മസ് റിലേറ്റഡ് ഈ ഒരു വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ലാസ്റ്റ് ഇയറിലെ പോലെ ഞാൻ അത്രയും ഡെക്കറേഷൻ ഒന്നും ഈ വർഷം ഇടുന്നില്ല. കാരണം കഴിഞ്ഞ വട്ടം മോന് 1 ഇയർ ആയതേ ഉള്ളായിരുന്നു. ഇപ്പൊ 2 ഇയർ ആയി. അതിന്റേതായ നോട്ടിനെസ് ഒക്കെ ആൾക്കുണ്ട്. ഇപ്പൊ തന്നെ ട്രീയുടെ താഴെ അവൻ എത്തുന്ന ഭാഗങ്ങളിലെല്ലാം ഗോബിൾസ് എല്ലാം എടുത്ത് പിടിച്ച് താഴെ എറിയും. അതൊക്കെ പെറുക്കി വെക്കലാണ് രാത്രിയാകുമ്പോ എന്റെ പണി. ആ ഒരു പ്രായമല്ലേ, 2 വയസ്സ് 3 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടികൾക്കും അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവന് കൈ എത്തുന്ന പോലെയൊന്നും അങ്ങനെയൊന്നും ഒരു കാര്യം ട്രീ അല്ലാതെ വേറൊരു കാര്യവും ഞാൻ ഡെക്കറേഷൻ ഇമ്പോർട്ടൻസ് ഈ വർഷം കൊടുക്കുന്നില്ല. ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയും ഡെക്കറേറ്റ് ചെയ്തതേ ഉള്ളൂ. പക്ഷെ കഴിഞ്ഞ വട്ടത്തെ പോലെ അത്രയും ഞാൻ ഈ പ്രാവശ്യം ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല. ഇനി നെക്സ്റ്റ് ഇയർ ഉണ്ടല്ലോ. അപ്പൊ നെക്സ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോൾ കുഞ്ഞിച്ചിലൂടെ ഒക്കെ വലുതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഈ പ്രാവശ്യം ട്രീക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഈ പ്രാവശ്യത്തെ ട്രീയിലോട്ട് വരുമ്പോൾ ഒരുപാട് ആലോചിച്ചു ഈ പ്രാവശ്യത്തെ ട്രീയിലെ എന്താണ് കളർ. നിങ്ങൾക്ക് കുറച്ചൊരു സ്നേക് പീക്ക് എന്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. കുറെ ആലോചിച്ച് അവസാനം ഞങ്ങൾ ഓർഗാനിക് ഒരു നാച്ചുറൽ ഒരു നേച്ചറായിട്ട് കണക്ട് ചെയ്ത് ബ്രൗണും ഗ്രീനും അങ്ങനത്തെ ഒരു കളർ സ്കീമിൽ പിടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പിൻട്രസ്റ്റിലെ കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിക്കാം. ഞാൻ ഇൻസ്പയർ ആയ കുറച്ച് ഫോട്ടോസ്, ഈ ഫോട്ടോസ് കണ്ടിട്ടാണ് ഇതുപോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പൊ ഈ ഫോട്ടോസിലൊക്കെ കാണുന്ന പോലെ ഈ ഒരു ഏകദേശം ഒരു എന്താ പറയാ ബ്രൗണിന്റെ തന്നെ പല ഷെയ്ഡ്, പിന്നെ ഗ്രീനിന്റെ പല ഷെയ്ഡ്, അങ്ങനത്തെ ഒരു രീതിയിൽ ഡാർക്ക് ബ്രൗൺ വുഡ് എലമെന്റ് എന്തെങ്കിലും ആഡ് ചെയ്യുക, അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ഈ പ്രാവശ്യം ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. അവസാനം ഡെക്കറേറ്റ് ചെയ്ത് വന്നപ്പം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി ആണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു വാം ലുക്ക് ആണ്. ലാസ്റ്റ് ഇയറിൽ ഞാൻ ബ്ലൂവും റെഡും ആഡ് ചെയ്തപ്പോൾ ഒരു കൂൾ ടോൺ ആയിരുന്നു. ബ്ലൂ ആയതുകൊണ്ട് തന്നെ ഒരു കൂൾ മയമായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വാം കോസി ഫീൽ കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ട്രീ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ പറയണം. പിന്നെ ഞാൻ ക്രിസ്മസ് ട്രീ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പഴയ വർഷങ്ങളിലൊക്കെ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം എന്തൊക്കെ പുതുതായിട്ട് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുള്ളൂ. പിന്നെ ചില കാര്യങ്ങൾ ഞാൻ ഈ പ്രാവശ്യം അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഗിഫ്റ്റ് നമ്മൾ വെക്കുമല്ലോ ക്രിസ്മസ് ട്രീയുടെ താഴെ, അതെല്ലാം ഞാൻ അവോയ്ഡ് ചെയ്തു. കാരണം അതൊന്നും ഇപ്പൊ വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ അവോയ്ഡ് ചെയ്തു. വെറുതെ എന്തിനാണ്, പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഈ വർഷം അവോയ്ഡ് ചെയ്തു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോട്ട് കിടക്കാം. അപ്പൊ ആദ്യം തന്നെ ഒരു ക്രിസ്മസ് എഡിഷൻ ടെമോ ഹോള് കാണാം. ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ് ടെമോന്ന് മേടിച്ചിരുന്നു. അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാണ്. അതിൽ ഫസ്റ്റ് ആണ് ഈ ഒരു ഗാർലൻഡ്. ഇത് ശരിക്കുള്ള പൈൻ നീഡിൽസിന്റെ റിയൽ ടച്ച് ഫീൽ ഉള്ള ഒരു ഗാർലൻഡ് ആണ് കേട്ടോ. സാധാരണ നമ്മൾ കടയിലൊക്കെ കാണുന്നത് ഒരു PVCയുടെ പ്ലാസ്റ്റിക് ടൈപ്പ് ഗാർലൻഡ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഒരു ഗാർലൻഡ് എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പം അതാണ് മേടിച്ചത്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. PE ടൈപ്പ് ആണ്. കാണാനും നല്ല ഭംഗിയാണ്. അപ്പൊ ഇതൊരു 2-3 ഗാർലൻഡ് ഒരുമിച്ച് മേടിച്ച് ട്വിസ്റ്റ് ചെയ്തിട്ട് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കാണാൻ ഭംഗിയായിരിക്കും. നല്ല ബുഷി ആയിട്ടുണ്ടാവും. ഫസ്റ്റ് ടൈം മേടിക്കുന്നതുകൊണ്ട് ഞാൻ ഒരെണ്ണം മേടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഫ്യൂച്ചറിൽ മേടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ക്വാളിറ്റിയാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു ക്രിസ്മസ് ട്രീ ടോപ്പറാണ്. അപ്പൊ ഈ പ്രാവശ്യം ഒരു റസ്റ്റിക് ബ്രൗൺ ഗ്രീൻ തീം ആയതുകൊണ്ട് തന്നെ ഈ ഒരു റസ്റ്റിക് ഫീൽ ഉള്ള ഒരു വുഡൻ ടൈപ്പ് ക്രിസ്മസ് ട്രീ ടോപ്പറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ടോപ്പർ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു ക്രിസ്മസ് റീത്താണ് മേടിച്ചിരിക്കുന്നത്. ഇതും ഒരു റിയൽ ടച്ച് ഫീൽ ഉള്ള ഈ മെറ്റീരിയലിന്റെ ക്രിസ്മസ് റീത്താണ് കേട്ടോ. ഒരു റിയൽ പൈൻ മരത്തിന്റെ ഒരു കളറും ഒരു ഫീലും ഒക്കെ ഉണ്ട്. നല്ലൊരു റീത്താണ്. നല്ല ചീപ്പായിട്ടാണ് ഞാൻ ടെമോന്ന് ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു സൈസും ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നെക്സ്റ്റ് ബൈ.
അടുത്തത് ഈ ഒരു ബോബിൾസ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതൊരു വെൽവെറ്റ് ടച്ച് ഉള്ള ബോബിൾസ് ആണ്. ഇതിപ്പോ ഭയങ്കര ഇന്നാണ് ഇങ്ങനത്തെ നല്ല വെൽവെറ്റ് ടച്ച് ഉള്ള ക്രിസ്മസ് ട്രീ ബോൾ ഓർണമെന്റ്സ് അല്ലെ ബോബിൾസ് എന്ന് പറയും. ഇത് ഓൺലൈനിൽ ടെമൂല് കണ്ടപ്പോൾ കുറച്ചുകൂടെ ഒരു സൈസ് പ്രതീക്ഷിച്ചു കേട്ടോ. അതിൽ കറക്റ്റ് ആയിട്ട് സൈസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ മിസ്റ്റേക്ക് ആണ്. 6 സെന്റിമീറ്റർ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ 6 സെന്റിമീറ്റർ കുറച്ചുകൂടെ വലുപ്പം കാണുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതൊരു മീഡിയം സൈസ് ബോബിൾസ് ആണ് കേട്ടോ. ഒരു 8 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ ഒക്കെയാണ് അത്യാവശ്യം ലാർജ് ബോൾ ഓർണമെന്റ്. ഇത് 6 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു മീഡിയം സൈസ് ആണ്. പക്ഷെ കളേഴ്സ് ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ക്രിസ്മസ് ട്രീ ബോൾ ഓർണമെന്റ് ആണ്. നെക്സ്റ്റ് മേടിച്ചത് ഈ കാണുന്ന ഒരു ക്രിസ്മസ് ട്രീ ബോബിൾസ് ആണ് കേട്ടോ. ഇത് ഗ്രീൻ കളറാണ്. ഇതൊരു ഗ്ലിറ്റർ ഉള്ളൊരു ടൈപ്പാണ്. ഈ പ്രാവശ്യം ഞാനിങ്ങനെ ഫ്ലാഷി ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ഒരു ടെക്സ്ചർ ഉള്ള ഒരു ഓർണമെന്റ് വേണമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതാണ്. പക്ഷെ ഇതിന്റെ സൈസ് അത്യാവശ്യം 8 സെന്റിമീറ്റർ ആണ്. അത്യാവശ്യം വലുതാണ്, കാണാനും നല്ലതാണ്. പക്ഷെ കുറച്ച് ഗ്ലിറ്റർ ഒക്കെ ഇങ്ങനെ ഇളകിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് ഞാൻ ക്രിസ്മസ് ട്രീയിൽ ഇടുന്ന ബോ ആണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ബോ ആയിട്ടുള്ളത് മേടിച്ചിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ ലൂസായിട്ട് റിബണും മേടിച്ചിട്ടുണ്ട്. ഡാർക്ക് ബ്രൗൺ, ഗ്രീൻ, ബ്രൗണിന്റെ തന്നെ പല ഷെയ്ഡ് അങ്ങനത്തെ റിബൺ ആണ് മേടിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഭയങ്കര ചീപ്പായിരുന്നു കേട്ടോ ടെമൂല്. നെക്സ്റ്റ് ഞാൻ മേടിച്ചത് ഈ ഒരു വുഡൻ ബീഡ്സ് ഹാങ്ങിങ് ആണ്. ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്തിടുന്ന ഒരു ഓർണമെന്റ് ആണ് കേട്ടോ. നല്ല ഡാർക്ക് ബ്രൗൺ കളർ സ്റ്റെയിൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതാണ് നെക്സ്റ്റ് ബൈ. ഇനി നെക്സ്റ്റ് മേടിച്ചത് ഈ ക്യൂട്ട് മിനി വുഡൻ ഫ്രെയിംസ് ആണ് കേട്ടോ. ഫോട്ടോ ഫ്രെയിം ആണ്. ഫോട്ടോസ് നമ്മൾ പ്രിന്റ് എടുത്തിട്ട് ഇതിന് ബാക്കിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്തിട്ട് ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്തിടാം. നല്ല ക്യൂട്ട് ആയിട്ടല്ലേ. ഇതും ഞാൻ സ്റ്റെയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് അടുത്ത ബൈ. അടുത്തതായിട്ട് ഈ വുഡൻ ബീഡ്സിന്റെ തന്നെ ഗാർലൻഡ് ആണ് മേടിച്ചത്. ഇതും സ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഡാർക്ക് ബ്രൗൺ സ്റ്റെയിൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഗാർലൻഡ് ആയിട്ട് ഈ പ്രാവശ്യം യൂസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ട്രീയില് ഈ ഒരു ഗാർലൻഡ് ഒരെണ്ണം മതിയാവോ ഇല്ല എന്നുള്ളത് നമുക്ക് ഇട്ട് തന്നെ കാണണം. അപ്പൊ ഇതാണ് നെക്സ്റ്റ് ബൈ. അടുത്തതായിട്ട് ഞാൻ മേടിച്ചത് അറ്റനോറ്റ് നോക്കി എന്നൊരു സാധനമാണ്. ഇത് ലാസ്റ്റ് ഇയർ എനിക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നെക്സ്റ്റ് ഇയറിൽ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കി ഈ വർഷം മേടിച്ചാണ് കേട്ടോ. ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആണ്. ഇതെന്ന് പറയുന്നത് ക്രിസ്മസ് ട്രീയിൽ ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന ക്യാൻഡിൽസ് ആണ്. ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. പിന്നെ ഇത് വിത്ത് റിമോട്ട് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര കൺവീനിയന്റ് ആണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ഒരു സെറ്റാണ് ഇപ്പൊ മേടിച്ചു നോക്കിയത്. ഇതിൽ 10 എണ്ണം ഉണ്ട്. ക്വാളിറ്റി എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ച് നോക്കി. ഇതാണ് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷനിൽ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു പുതിയ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. നെക്സ്റ്റ് മേടിച്ചത് ഇതുപോലത്തെ പൈൻ ട്രീ ബ്രാഞ്ചസ്. ഇത് ഞാൻ ക്രിസ്മസ് ട്രീയിൽ പിക്സ് ആയിട്ട് ആഡ് ചെയ്യാനായിട്ടാണ് മേടിച്ചത്. ഇതൊരു റിയൽ ടച്ച് ഫീൽ ഉള്ള ഒരു പൈൻ ബ്രാഞ്ചസ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ പ്രോഡക്ട്സ് ആണ് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് ഞാൻ ടെമൂന്ന് മേടിച്ചത്. അപ്പൊ നമുക്ക് ഇനിയും നെക്സ്റ്റ് ഡെക്കറേഷൻ പാർട്ടിലോട്ട് പോവാം. അപ്പൊ ഞങ്ങൾ ഓൾറെഡി ക്രിസ്മസ് ട്രീ എല്ലാം നിവർത്തി എല്ലാം നല്ല സെറ്റപ്പ് ആക്കി വെച്ചു കേട്ടോ. അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം എല്ലാ വർഷവും കാണിക്കുന്നതാണ്. നിങ്ങൾ എല്ലാ വർഷവും കണ്ട് ബോറടിക്കും. അപ്പൊ 2024 ക്രിസ്മസ് ട്രീയിൽ ഞങ്ങൾ ടെമൂന്ന് മേടിച്ച ഈ വുഡൻ ബീഡ്സ് ആണ് ഗാർലൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു വുഡൻ റെസ്റ്റി തീം ആണല്ലോ ഈ പ്രാവശ്യം നമ്മൾ ഫോളോ ചെയ്യുന്നത്. പൊതുവേ ഞാൻ ക്രിസ്മസ് ട്രീ ഇടുന്നതല്ല ഒരേ രീതിക്കാണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നുള്ളൂ. അപ്പൊ ഈ വുഡൻ ബീഡ്സ് എല്ലാം ഞാൻ സ്റ്റെയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു ഡാർക്ക് ബ്രൗൺ തീം ആണല്ലോ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റെയിൻ ചെയ്യുവാണ്. അപ്പൊ സ്റ്റെയിൻ ചെയ്ത ആ വുഡൻ ഗാർലൻഡ് ആണ് കേട്ടോ ഇത്. ഇത് നമ്മൾ ട്രീയുടെ ചുറ്റും ഒരു ഗാർലൻഡ് ആയിട്ട് നമ്മൾ ഇടാൻ പോവാണ്. അപ്പൊ ഈ പ്രാവശ്യം ക്രിസ്മസ് ട്രീ അങ്ങനെ കറക്റ്റ് ഓർഡറിലും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ ഞങ്ങൾ ഇടുന്നത്. ഞങ്ങൾ ട്രീ ടോപ്പർ ഓൾറെഡി വെച്ചു, നിങ്ങൾക്ക് കാണാമല്ലോ. ടെമൂന്ന് മേടിച്ചാണ് ആ ഒരു ട്രീ ടോപ്പറും. പിന്നെ പൈൻ കോൺസും ഞാൻ അവിടെ ഇവിടെയൊക്കെ ആഡ് ചെയ്തു. കാരണം ബ്രൗൺ തീം ആയതുകൊണ്ട് പൈൻ കോൺസ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി. ഇപ്പൊ ഞങ്ങൾ വുഡൻ ഗാർലൻഡ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരു വുഡൻ ഗാർലൻഡും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ആ ട്രീ ഫുള്ളായിട്ട് ഇടാൻ പറ്റുള്ളായിരുന്നു. ഇതിപ്പോ ഞങ്ങൾ ഒരു ഗാർലൻഡേ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു 2 ലെയറിലേ അത് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. ഞങ്ങളുടെ 7 ഫീറ്റ് ട്രീ ആണ്. അപ്പം അതിൽ ഫുള്ളായിട്ടൊന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇറ്റ്സ് ഓക്കെ, ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ വുഡൻ ഗാർലൻഡ് ഇങ്ങനെ ഒരു ഷേപ്പിൽ ആഡ് ചെയ്തിട്ട് കാണാനായിട്ട്. അപ്പൊ ഇനി ഞങ്ങള് ടെമൂന്ന് മേടിച്ച നമ്മുടെ ക്രിസ്മസ് ട്രീ ഓർണമെന്റ്സ് ഉണ്ടല്ലോ, ഈ പ്രാവശ്യത്തെ സ്പെഷ്യൽ വെൽവെറ്റ് ടച്ച് ഉള്ള ഓർണമെന്റ്സ് ഞങ്ങൾ ആഡ് ചെയ്യാണ്. ഈ പ്രാവശ്യം മേടിച്ചത് മാത്രമല്ല, ഞങ്ങളുടെ പഴയ കുറച്ച് ഓർണമെന്റ്സ് ഞാൻ ബ്രൗൺ ബലൂൺ വെച്ചിട്ട് ലാസ്റ്റ് ക്രിസ്മസ് ട്രീ വീഡിയോയിൽ ഞാൻ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏത് കളറിലും ബലൂൺ ആഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളറിലാക്കി എടുക്കാം. അങ്ങനത്തെ കുറെ ഓർണമെന്റ്സ് ആക്കി എടുത്തതും ഞാൻ ചെയ്യുന്നുണ്ട്. പെയിന്റ് അടിച്ച കുറെ ഓർണമെന്റ്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് DIY ഒക്കെ ചെയ്ത ക്രിസ്മസ് ട്രീ ഓർണമെന്റ്സ് ആഡ് ചെയ്യുകയാണ്. അപ്പൊ ഇതാണ്
ഇതാണ് കേട്ടോ ഞാൻ പെയിന്റ് ചെയ്തെടുത്ത ഓർണമെന്റ്. ഇത് ഒരു ഫ്ലാഷി ഗ്രീൻ കളർ ആയിരുന്നു കേട്ടോ, ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള. അപ്പൊ അതിനെ ഞാൻ ഞങ്ങളുടെ ലൈബ്രറി മേക്ക് ഓവർ ചെയ്ത ആ വോളിൽ അടിച്ച അതേ സെയിം പെയിന്റ് ആണ് കേട്ടോ. പെയിന്റ് ചെയ്തത് പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല, എന്നാൽ പോലും ക്രിസ്മസ് ട്രീയിൽ അത് ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ ഒരു ഇംപെർഫെക്ഷൻസും അറിയില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇത് അതുപോലെ തന്നെ വേറൊരു ബ്ലൂ ഓർണമെന്റ് ആണ്. ലാസ്റ്റ് ഇയർ ഞങ്ങൾ യൂസ് ചെയ്തൊരു ബ്ലൂ ഓർണമെന്റ് ആണ്, നിങ്ങൾക്ക് കാണാൻ ചെറുതായിട്ട് ബ്ലൂ കളർ. അതും ഞാൻ ഇതുപോലെ തന്നെ എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ഇതുപോലെ പെയിന്റ് അടിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു DIY ചെയ്തിരിക്കുന്നത് ബലൂൺ യൂസ് ചെയ്തിട്ടാണ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് ഇയർ ക്രിസ്മസ് ട്രീ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള കളർ, നമ്മൾ ഏതാണോ കളർ ചൂസ് ചെയ്തിരിക്കുന്ന ആ ബലൂൺ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പഴയ ഓർണമെന്റ്സ് നമുക്ക് പുതുതാക്കി എടുക്കാം. ഇത് പെയിന്റ് ചെയ്യുന്നതിലും നല്ലതാണ്, കാരണം പെയിന്റ് ചെയ്യുന്നത് വൺസ് നമ്മൾ പെയിന്റ് ചെയ്താൽ പിന്നെയും നെക്സ്റ്റ് ഇയർ വേറെ കളർ നമുക്ക് പെയിന്റ് അടിച്ചോണ്ടേ ഇരിക്കണം. ഇതാണെങ്കിൽ നമുക്ക് ഇത് മാറ്റിയിട്ട് ഈ ഒരു ബലൂൺ മാറ്റി വേറൊരു ബലൂൺ യൂസ് ചെയ്ത് നമുക്ക് എല്ലാ വർഷവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. ഈ രണ്ട് കളർ, ഇതൊരു ആന്റിക് ഗോൾഡ്, ലൈറ്റ് ബ്രൗണിഷ് ആന്റിക് ഗോൾഡ് ടൈപ്പ് ബലൂണും ഈ ഡാർക്ക് ബ്രൗൺ കളർ ബലൂണുമാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് എന്റെ ഒരു തീമിനനുസരിച്ച്. പിന്നെ ഗ്രീൻ എനിക്ക് ആവശ്യത്തിന് അധികം ഉണ്ട്. പിന്നെ ഗ്രീൻ നമുക്ക് ഈസി ആയിട്ട് കടകളിൽ കിട്ടുന്ന ഒരു കളറുമാണ്. ഈ ബ്രൗൺ കളറൊക്കെ നമുക്ക് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പൊ ഈ ഒരു ബലൂൺ ട്രിക്ക് ഭയങ്കര അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ ബലൂൺ ട്രിക്ക് യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഓർണമെന്റ്സ് എല്ലാം ഹാങ് ചെയ്തിട്ടുണ്ട്. ഇത് ഡാർക്ക് ബ്രൗൺ ആണ്. പിന്നെ ഞാൻ ഓർണം ചെയ്തത് ഈ ലൈറ്റ് ബ്രൗണിഷ്, ഒരു ഗോൾഡിഷ് ബ്രൗൺ ആണ്. പിന്നെ പെയിന്റ് ചെയ്തിരിക്കുന്ന ഓർണമെന്റും ഹാങ് ചെയ്തിട്ടുണ്ട്. അതായത് കാണാമല്ലോ കുറച്ചൊക്കെ ഇംപെർഫെക്ഷൻസ് ഉണ്ട്, പക്ഷെ ട്രീയിൽ ഇടുമ്പോൾ അതൊന്നും മാറ്റർ ആവുന്നില്ല, അതൊന്നും കാണുന്നില്ല. നെക്സ്റ്റ് ഞാൻ ബോ ആഡ് ചെയ്യുകയാണ്. ഈ ക്രിസ്മസ് ട്രീ ബോ ഇപ്പൊ ഭയങ്കര ഇന്നാണ് കേട്ടോ. നിങ്ങൾ വേറൊരു ഓർണമെന്റും ആഡ് ചെയ്തില്ലെങ്കിലും ക്രിസ്മസ് ട്രീ ബോ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ലാസ്റ്റ് ഇയർ ബ്ലൂ ആൻഡ് റെഡ് ഷെയ്ഡ് ആയിരുന്നു ഞാൻ ക്രിസ്മസ് ട്രീയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ദിസ് ഇയർ ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ ആൻഡ് ഗ്രീൻ ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്, കാരണം അതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ തീം. പ്രത്യേക ഭംഗിയാണ് കേട്ടോ ക്രിസ്മസ് ട്രീയിൽ ബോ കിടക്കുന്ന കാണാനായിട്ട്. വെൽവെറ്റ് ബോ വേണമെന്നൊന്നുമില്ല, സാധാരണ സാറ്റിൻ റിബൺ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ബോ ആഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഞാൻ ടെമോന്ന് മേടിച്ച ഈ ഒരു വുഡൻ ബീഡ്സിന്റെ ഹാങ്ങിങ് ഉണ്ടല്ലോ, ഇതും ഞാൻ ലാസ്റ്റ് വുഡൻ ബീഡ്സിന്റെ ഗാർലൻഡ് സ്റ്റെയിൻ ചെയ്തതുപോലെ തന്നെ സ്റ്റെയിൻ ചെയ്തെടുത്തിട്ട് ഈ ഒരു ഹാങ്ങിങ് ആണ് ക്രിസ്മസ് ട്രീയിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ഞാൻ ഈ ഇയർ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഒരു സാധനമാണ് ഞാൻ ടെമോ ഹോളി പറഞ്ഞ പോലെ തന്നെ ഈ ക്ലിപ്പ് ഓൺ ചെയ്യുന്ന ക്യാൻഡില്. അപ്പൊ ഇതിൽ ബാറ്ററി ഇതാ ഇതുപോലെ ഇട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ റിമോട്ടും ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ട്. റിമോട്ട് യൂസ് ചെയ്ത് ലൈറ്റ് ഓൺ ചെയ്യും ഓഫ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. ഭയങ്കര കൺവീനിയന്റ് ആണ്, നല്ല അടിപൊളിയാണ്. അപ്പൊ ഈ ക്ലിപ്പ് ഓൺ ക്യാൻഡിൽസ് ഞാൻ ആഡ് ചെയ്യുവാണ്. കാണുന്ന ഭാഗങ്ങളിലൊക്കെയാണ്, കാരണം 10 ക്യാൻഡിൽസേ ഉള്ളൂ. അപ്പൊ ഫ്രണ്ടിൽ കാണുന്ന ഭാഗങ്ങളിൽ മാത്രമാണ് ക്യാൻഡിൽ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിപ്പോ ഞാൻ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തേക്കുക, ട്രീ ടോപ്പറിന്റെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ക്യാൻഡിൽ മാത്രം ഒന്ന് ഓൺ ആക്കി കാണിക്കാം. റിമോട്ട് കൊണ്ട് നമുക്ക് ഓൺ ചെയ്യാം കേട്ടോ. ഭയങ്കര ഈസിയാണ്, അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ് ഈ പ്രോഡക്റ്റ്. നെക്സ്റ്റ് ഞാൻ ട്രീയിൽ കുറച്ച് പിക്സ് ആഡ് ചെയ്യാണ്. അപ്പൊ ഈ പ്രാവശ്യം ഒരു ഗ്രീൻ ബ്രൗൺ തീം ആയതുകൊണ്ട് തന്നെ ഒരു റിയൽ ടച്ച് ഫീൽ ഉള്ള പൈൻ നീഡിൽസിന്റെ ബ്രാഞ്ചസ് ആണ് പിക്സ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇത് റിയൽ പൈൻ ട്രീയുടെ ഒരു കളറുമായിട്ട് ഏകദേശം നല്ല മാച്ചിങ് ആണ് കേട്ടോ. നമ്മുടെ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് PVC ബേസ് ആണ്, അതുകൊണ്ട് തന്നെ ഡാർക്ക് ഗ്രീൻ ഒരു ഫേക്ക് ട്രീയുടെ ഒരു കളറാണല്ലോ. അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാനും ഇങ്ങനത്തെ ഒരു നാച്ചുറൽ ഫീൽ ഉള്ള ബ്രാഞ്ചസ് ആഡ് ചെയ്താൽ ഭയങ്കര ഒരു ലുക്ക് ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് ടെമോന്ന് തന്നെ മേടിച്ച ഈ വുഡൻ ഫോട്ടോ ഫ്രെയിംസ് ഉണ്ടല്ലോ, അതിൽ ഞങ്ങൾ പിക്ചേഴ്സ് ലാസ്റ്റ് ക്രിസ്മസിന്റെ ഒക്കെ പിക്ചേഴ്സ് ആഡ് ചെയ്തിട്ട് അത് ഹാങ് ചെയ്യുവാണ്. പിന്നെ ലാസ്റ്റ് ഇയറിലെ പോലെ ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ ഞാൻ ബലൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വലിയ ഗ്യാപ്പ് ഒക്കെ ഉള്ളിടത്ത് ബലൂൺ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ട്രീ. അപ്പൊ നമുക്കൊരു ഫൈനൽ ലുക്ക് കണ്ടാലോ ക്രിസ്മസ് ട്രീയുടെ? Halls with boughs of holly, la 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 la. 'Tis the season to be jolly, la 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 la. Don we now our gay apparel, la 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 la. Troll the ancient Yuletide carol, la 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 la.
the harp and join the chorus. Fa la 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 la. Follow me in merry measure. Fa la 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 la. While I tell of Yuletide treasure. Fa la 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 la. Fast away the old year passes. Fa la 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 la. Hail the new year, lads and lasses. Fa la 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 la. Sing we joyous all together. Fa la 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 la. Heedless of the wind and weather. Fa la 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 la. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ഡൈനിങ് ഏരിയ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് ആണ് സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു അതേ സാധനങ്ങളാണ്. 1-2 പുതിയ ഐറ്റംസേ ഉള്ളൂ. പിന്നെ ഈ ഒരു പേപ്പറിന്റെ ക്രിസ്മസ് ട്രീ ഈ വർഷം മേടിച്ചാണ്. പിന്നെ ആ ഗാർലൻഡ് ഞാൻ ടെമോ ഹോളിൽ കാണിച്ചിട്ടുണ്ട്. ബാക്കി ഈ ക്രിസ്മസ് വില്ലേജിന്റെ ഹൗസസ് ഒക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതാണ്. നമ്മുടെ ഡൈനിങ് ടേബിളിനോട് ചേർന്നിരിക്കുന്ന ബുഫേ യൂണിറ്റിൽ അല്ലെങ്കിൽ സൈഡ് ബോർഡിൽ ഒരു കുട്ടി ക്രിസ്മസ് വില്ലേജ് സെറ്റപ്പ് ചെയ്യാം. അതാണെങ്കിൽ കുഞ്ഞിന് എത്തത്തില്ല, ഹൈറ്റ് ഉള്ള ഒരു സംഭവമാണ്. വേറെ ഇപ്പൊ ഡൈനിങ് ടേബിളിലാണെങ്കിൽ പോലും ആൾ കസേര മണ്ടേ കയറി എല്ലാം എടുക്കും. അതുകൊണ്ട് അവിടെയൊക്കെ ഞാൻ വളരെ മിനിമലായിട്ട് ഡെക്കോർ ചെയ്യുന്നുള്ളൂ. പിന്നെ ബൊഫേ യൂണിറ്റിന്റെ മേളിൽ ആൾക്ക് എത്തത്തില്ല, അതുകൊണ്ട് അത് അങ്ങനെ അങ്ങ് ഇരുന്നോളും. ബാക്കി ഇപ്പം ഞങ്ങളുടെ കോഫി ടേബിളോ TV യൂണിറ്റിന്റെ ഷെൽഫിലൊക്കെ വെച്ചാൽ ആളെല്ലാം എടുക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ അവിടെയോട്ടൊന്നും ഒരുപാട് ഡെക്കോർ ഒന്നും ചെയ്യുന്നില്ല ഈ പ്രാവശ്യം. ഇപ്പൊ നമ്മുടെ ബൊഫേ യൂണിറ്റിന് മേളിൽ ഞാനൊരു റണ്ണർ പോലെ വിരിക്കുവാണ്. അപ്പൊ റണ്ണർ റെഡ് കളർ എൻ്റെ ഇല്ലായിരുന്നു. അപ്പം പിന്നെ ഞാൻ എൻ്റെ ഒരു ത്രോ ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു റെഡ് കളർ. അപ്പൊ അതാണ് റണ്ണറായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ ഞങ്ങളുടെ ഒരു മിറർ ഉണ്ട്. അപ്പൊ ആ മിററിന് മേളിലായിട്ട് ഒരു ബെറീസിന്റെ മാത്രമായിട്ടുള്ള ഒരു ഗാർലൻഡ് ഹാങ് ചെയ്യുവാണ്. അതിനുശേഷം ഞാൻ അതിന് മിഡിലായിട്ട് ടെമോന്ന് മേടിച്ച ബ്രൗൺ റിബൺ ബോ പോലെ ആഡ് ചെയ്യുവാണ് കേട്ടോ. അപ്പൊ ഇനി ഞങ്ങള് ഗാർലൻഡ് വെക്കുവാണ് കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഓഡിയോ ക്ലിയർ ആവുന്നില്ല. അതാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. ഒരു 2 ഗാർലൻഡെങ്കിലും ഇതുപോലത്തെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് നമ്മൾ കൂട്ടി വെച്ചാൽ ഒരു ഫുൾനെസ്സും ഒരു നല്ല ബുഷി ലുക്കായിരിക്കും കേട്ടോ. ഇതിപ്പം ഒരു ഗാർലൻഡേ ഉള്ളതുകൊണ്ട് ഒരു ഭയങ്കര ബുഷി ആയിട്ടൊന്നുമല്ല കാണുമ്പോൾ, പക്ഷെ എങ്കിലും നല്ല രസമുള്ളൊരു ഗാർലൻഡാണ് കേട്ടോ. എന്താ പറയാ, നല്ല ക്വാളിറ്റി. ടെമോന്ന് മേടിച്ചതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് കേട്ടോ, ക്രിസ്മസ് എഡീഷൻ. ഇവിടെ UAE-ലാണെങ്കിൽ ഇവിടെ അങ്ങനെ കടകളിലൊന്നും ഇങ്ങനത്തെ ഗാർലൻഡ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി വലിയ വലിയ കടകളിലൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ സാധാരണ പോകുന്ന കടയിലൊക്കെ സാധാരണ PVC-യുടെ പ്ലാസ്റ്റിക് ടൈപ്പ് ഗാർലൻഡ് അല്ലാതെ ഇങ്ങനത്തെ ഗാർലൻഡ് എന്റെ കണ്ണിൽ ഇതുവരെ പെട്ടിട്ടില്ല. അപ്പൊ ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഡു കമന്റ് കേട്ടോ. അത് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിരിക്കും. എനിക്കും അറിയില്ല അങ്ങനെ വല്ല കടകളുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഒരു കുട്ടി ക്രിസ്മസ് വില്ലേജ് ഒരുക്കി കേട്ടോ. ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തില്ല. ക്രിസ്മസ് ട്രീയും നട്ട് ക്രാക്കറും നമ്മുടെ ക്രിസ്മസ് വില്ലേജ് ഹൗസസും ഒക്കെ വെച്ച് ഒരു കുട്ടി ക്രിസ്മസ് വില്ലേജ് ഒരുക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇവിടെ ഒരു ടേബിൾ ലാമ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ടേബിൾ ലാമ്പിൽ ഒരു ക്രിസ്മസ് ഫീൽ വരാനായിട്ട് ഞാനൊരു റിബൺ ബോ പോലെ ടൈ ചെയ്തിടുവാണ്. അപ്പൊ ഇതുപോലെ ചെയ്യുന്നത് ഭയങ്കര ഒരു ക്രിസ്മസ് ഫീൽ തരാനായിട്ട് അടിപൊളി ഹാക്കാണ് കേട്ടോ. നമ്മുടെ ഗാലറി ബോളിലെ നമ്മുടെ ഫോട്ടോ ഫ്രെയിംസിൽ ഇതുപോലെ ബോ ആഡ് ചെയ്യാം. അതല്ലാതെ നമ്മുടെ ഫ്ലവർ വേസ് ഉണ്ടല്ലോ, വേസിൽ ഇതുപോലെ ബോ ആഡ് ചെയ്യാം. നിങ്ങളുടെ ഐഡിയാസ് പോലെ നിങ്ങൾക്ക് ഈ ടൈ ചെയ്തിടുന്നത് ഒരു അടിപൊളി ക്രിസ്മസ് ഫീൽ തരാനായിട്ട് സൂപ്പറാണ്. പിന്നെ ഞങ്ങളുടെ ഡൈനിങ് ടേബിളിന്റെ സെന്ററിലായിട്ട് ഒരു ട്രേ വെച്ചിട്ട് അതിലൊരു വേസിൽ കുറച്ച് ബെറി സ്റ്റെംസ് ആഡ് ചെയ്യുകയാണ് കേട്ടോ, ഒരു ക്രിസ്മസ് ഫീലിന് വേണ്ടിയിട്ട്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഡൈനിങ് ഏരിയയിലെ ക്രിസ്മസ് ഡെക്കറേഷൻ.
നെക്സ്റ്റ് ഞങ്ങളുടെ പ്രെയർ ഏരിയയിലെ ഈ ക്യാൻഡിൽ ഹോൾഡറിൽ ഞാൻ 2 ബോ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ നമ്മുടെ പഴയ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ, പണ്ട് തൊട്ടേ ഉള്ള ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്, അതും വെക്കുന്നുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ കൂടുതലായി ഒന്നും ഡെക്കറേറ്റ് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ഹോം ലൈബ്രറിയിലാണേലും ആ ഷെൽഫിലെ കുറച്ച് ഡെക്കോറൊക്കെ മാറ്റി ക്രിസ്മസ് റിലേറ്റ് ചെയ്തുള്ള കുറച്ച് ഡെക്കോർ പീസസും ഒക്കെ വെക്കുന്നുണ്ട്. അല്ലാതെ കൂടുതലായിട്ടൊന്നും ഞാൻ വീഡിയോ ആയിട്ട് ഭയങ്കര ഇലാബറേറ്റ് ചെയ്തൊന്നും കാണിക്കുന്നില്ല, അതാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിലെ ഈ വർഷത്തെ ക്രിസ്മസ് ഡെക്കറേഷൻസ് എന്ന് പറയാൻ. അപ്പൊ ഞങ്ങളുടെ ഈ വർഷത്തെ ട്രീ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം ഭയങ്കര ഒരു വാം ലുക്ക് ഉണ്ട്. പിന്നെ ഈ ഒരു ക്യാൻഡിൽ, അങ്ങനെ കുറെ ഫേവറേറ്റ് ഉണ്ട് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ട്രീയില്. പിന്നെ വീട്ടിലെ മറ്റ് എലമെന്റുമായിട്ടും ഭയങ്കരമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് കാരണം വുഡൻ എലമെന്റ്സ് ഒക്കെ ഇപ്പൊ വീട്ടിൽ കുറെ ഉള്ളതുകൊണ്ട് അതുമായിട്ടൊക്കെ നല്ല മാച്ചായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ. ബൈ.